നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും കണ്ണീർ കടലായി പ്രവാസ ലോകം. കോവിഡ് ബാധിച്ച് ലണ്ടനിലും അമേരിക്കയിലും മലയാളികൾ മരിച്ചു. കോട്ടയം വെളിയന്നൂർ സ്വദേശി അനൂജ് കുമാറാണ് ലണ്ടനിൽ മരിച്ചത്. ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. കോവിഡ് ബാധിച്ച് മറ്റൊരു കോട്ടയം സ്വദേശി അമേരിക്കയിലും മരിക്കുകയുണ്ടായി. മാന്നാനം സ്വദേശി സെബാസ്റ്റ്യൻ ജോസഫ് വല്ലാത്തറയ്ക്കലാണ് മരിച്ചത്. 11 വർഷമായി ഷിക്കാഗോയിൽ ജോസഫ് ജോലി ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ജർമ്മനിയിൽ ആരോഗ്യ മേഖലയിൽ നേഴ്സായി പ്രവർത്തിക്കുകയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശിനി പ്രിൻസി കോവിഡ് ബാധിച്ച് മരിക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്തെ കാർത്തികപ്പള്ളിയിൽ ജോയിയാണ് ഭർത്താവ്. മകൾ ആതിര 35 വർഷത്തോളമായി ജർമ്മനിയിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. അങ്കമാലി മുക്കന്നൂർ പാലേമറ്റം കുടുംബം കൂടിയാണ് പ്രിൻസി. സംസ്കാരം ജർമ്മനിയിൽ തന്നെ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ലോകത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 30 ലക്ഷം കടന്നു. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് രോഗം ബാധിച്ചവരുടെ എണ്ണം 30,62,775 ഉയർന്നു. 2,11,000 പേർ ഇതിനോടകം തന്നെ മരിച്ചതായും വാർത്തകളുണ്ട്. കോവിഡ് ബാധിതരുടെ എണ്ണവും മരണവും കുറഞ്ഞതോടെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സ്പെയിൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ലോക്ക്ഡൌണിൽ അയവും വരുത്തി. ബ്രിട്ടനിൽ തുടർച്ചയായ 2ാം ദിവസവും മരണസംഖ്യ 500-ൽ താഴെയാണ്. രോഗബാധിതരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. 27,000 പേർ മരിച്ച ഇറ്റലിയിൽ മെയ് 4-ന് ശേഷം ലോക്ക്ഡൌണിൽ ഇളവ് വരുത്തിയേക്കും. അതേസമയം ഏറ്റവും കൂടുതൽ ബാധിച്ച അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. വൈറസിനോടുള്ള ചൈനയുടെ സമീപനത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തുമെന്ന് ട്രംപ് ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.